ദുസ്വഭാവങ്ങൾ നീങ്ങുമോ? നീങ്ങിക്കിട്ടും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരിശുദ്ധി വന്നത് മഹാന്മാരോടുള്ള ബന്ധത്തിന്റെ പേരിലാണ്. മഹാനുഭാവൻ അനുഭവം പറയുന്നു, എന്നവര് ശരിക്ക് തുടച്ച് നീക്കി നന്നാക്കി വൃത്തിയാക്കി തന്നു. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എത്ര വലിയ ഇൽമുള്ള മഹാനാണ്. ബഗ്ദാദിലെ ശൗനീസിയ പള്ളി, ഏറ്റവും അധികം മുഅ്മിനീങ്ങൾ അന്തിയുറങ്ങുന്നത് ആ പള്ളിയുടെ പരിസരത്താണ്. മഹാന്മാരുടെ മസാറുകളൊക്കെ ശൗനീസിയ പള്ളിയുടെ പരിസരത്താണ്. ആ ശൗനീസിയ പള്ളിയുടെ മുറ്റത്ത് ഒരു ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ് ഞാൻ. അപ്പൊ ഞാൻ അവിടെ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. ഒരാളുണ്ട്, എല്ലാരോടും ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, കാശ് എന്തെങ്കിലുമൊക്കെ തരണം. ഉറപ്പുള്ള ആൾക്കാരല്ലേ കൊടുക്കുള്ളൂ, അത്രേ കൊടുക്കുള്ളൂ. അങ്ങനെ ഒരു ചിന്ത വന്നു. നാവോണ്ട് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വന്നു. നമ്മളാണ് ഈ പറയണ്ടേ, നാവോണ്ട് വന്നിട്ടില്ല, മനസ്സിലങ്ങനെ ഒന്ന് രൂപപ്പെടുത്തി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി പതിവായിട്ട് മഹാനവറുകൾ രാത്രി 3 മണിക്കൂർ, ഏറിപ്പോയാൽ 4 മണിക്കൂർ ഉറങ്ങിയാ പിന്നെ എഴുന്നേറ്റ് നിസ്കാരവും ഇബാദത്തും ദിക്റും ദുആനെ പണി. അന്ന് രാത്രി എഴുന്നേറ്റ് പതിവ് പോലെ. പക്ഷേ നിസ്കരിക്കാൻ കണ്ണങ്ങ് റെഡിയായി കിട്ടുന്നില്ല, മനസ്സുറച്ച് കിട്ടുന്നില്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു. പിന്നെയും പോയി ഉളുവെടുത്ത് വൃത്തിയാകുന്നു, പക്ഷേ ക്ഷീണം മാറുന്നു തോന്നുന്നില്ല. ഉറക്ക് വന്നിട്ട് വീണു പോവുകയാണ്. നിസ്കരിക്കാൻ അന്നൊരു മനസ്സേ വരുന്നില്ല. ദ്വാരക്കാനും ദിക്ർ ചെല്ലാനിരിക്കുമ്പോ ഉറങ്ങി വീഴുന്നു. മനസ്സിനെന്തോ ഒന്ന് പിടിപെട്ടതുപോലെ അങ്ങനെ ഉറങ്ങിയിട്ട് ഒരു ഭാഗത്തേക്ക് വീണപ്പോ സുബ്ഹാനല്ലാഹ്, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, എന്റെ വലിയ വലിയ ഉസ്താദുമാരില്ലേ, മശായിഖുമാര്, അവരൊക്കെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. അവരെന്റെ മുന്നിൽ വന്നിട്ട് പകല് സമയത്ത് ശൗനീസിയ പള്ളിയുടെ മുറ്റത്ത് ഞാൻ കണ്ട മനുഷ്യനില്ലേ, അപ്പോഴാണ് ആ മനുഷ്യന്റെ ദറജ എനിക്ക് മനസ്സിലായത്. ആ മനുഷ്യനെ മുന്നോട്ട് ഇങ്ങനെ നിർത്തിയിട്ട് എന്റെ ഉസ്താദുമാരെന്നോട് പറയുന്നു, കുല്ലഹ്മഹു, ഇദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നോളൂ, മാംസം കഴിച്ചോളൂ, വഖദ് ഇഗ്തബ്തഹു, ഇയാളെ നീ കുറ്റം പറഞ്ഞില്ലയോ? നാവുകൊണ്ട് വല്ലതും പറഞ്ഞ? നാവുകൊണ്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ മനസ്സിൽ രൂപപ്പെടുത്തിയപ്പോഴേക്ക്, നിങ്ങൾ മനസ്സുകൊണ്ട് രൂപപ്പെടുത്താൻ പാടില്ല. നിങ്ങളേതാ ആള്, നിങ്ങൾ ആരെ പറ്റിയും ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇതല്ലേ അവരെ മനസ്സിന്റെ സ്വഭാവം. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അയാളെ പറ്റിയും മൈനസ് ആയിട്ടുള്ള ചിന്ത ഒരാളെ പറ്റി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇയാളെ പറ്റി എന്താ ചിന്തിച്ചത്? ഇറച്ചി തിന്നോളൂ, മുന്നോട്ട് ഇങ്ങനെ നീക്കിത്തരേ. എനിക്ക് പേടിയായി. ഞാൻ എന്റെ വീട് വിട്ട് ഇറങ്ങി. പാതിരാത്രിയിൽ തന്നെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഇറങ്ങി ഓടി ഞാൻ. ഈ മനുഷ്യൻ സാധാരണ കാണുന്നൊരു സ്ഥലമുണ്ട്, ഒരു തോട്ടം. ആ തോട്ടത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ കാണാനും, അയാൾ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ, കണ്ടു പൊരുത്തപ്പെടിക്കാനും വേണ്ടി ഞാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ, രാത്രിയിലല്ലേ, ഞാൻ ഉദ്ദേശിച്ചു പോകുന്ന ആ തോട്ടത്തിന്റെ ഭാഗത്ത് മുന്നിൽ ഒരു ചെറിയ അരുവിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തായി ഈ പകൽ സമയത്ത് ഭിക്ഷാടനം നടത്തി കണ്ട മനുഷ്യൻ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നു. എന്നെ കണ്ടപാടെ തന്നെ ചോദിച്ചു, യാ അബുൽ ഖാസിം അതഊദ്, അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി ഇനി ആവർത്തിക്കുമോ? എന്താ ചോദ്യം? ഞാൻ ഈ കണ്ട വിവരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് ചോദിച്ചു, ഇനി ആവർത്തിക്കുമോ? നിങ്ങളെപ്പോലത്തവരെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തേ. സഹോദരങ്ങളെ, അന്നത്തെ തഹജ്ജുദ് ഒക്കെ മുടങ്ങി, ദുആവും മുടങ്ങി, ദിക്റും മുടങ്ങി, ഒക്കെ മുടങ്ങി. ഒന്നിനും റാഹത്തില്ല. കാരണം കൽബിന് തെളിച്ചുണ്ടെങ്കിലേ എന്തിനും റാഹത്ത് ഉണ്ടാകുള്ളൂ. ഓതാനിരിക്കുമ്പോഴേക്ക് ഉറക്കം വരാന്നറിയില്ല ചിലര്, സ്വലാത്തെല്ലുമ്പോഴേക്ക് ഉറക്കം വരാണ്, നിസ്കരിക്കുമ്പോഴേക്ക് ഉറക്കം വരാണ്. എന്താ ചത്തത്? കൽബ് ചത്തതുകൊണ്ടാണ്. കൽബ് റെഡിയാണോ, ഏത് നേരത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഒരു ക്ഷീണവും വരൂല. നമ്മൾ എന്തെങ്കിലും സ്വന്തം കാരണത്തിന് വേണ്ടിയാണ് ഉണർന്നതെങ്കിൽ ആരെങ്കിലും ഉറങ്ങോ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ.
4 മണിക്ക് നമുക്കൊരു യാത്രക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മകനെ യാത്രയൊക്കെ വേണ്ടിയിട്ടാണ്. അതിന്റെ തൊട്ട് തലേന്ന് 3 മണിക്കും 4 മണിക്കും എണീച്ചിട്ട് ഉറക്കും ക്ഷീണവും കാരണമൊക്കെ വരുന്ന നമുക്ക് ഇങ്ങനൊരു വിഷയത്തിന് വേണ്ടി എണീക്കുമ്പോഴേ ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ക്ഷീണമുണ്ടോ? ഇല്ല. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു തകരാറുമില്ല. കാരണം അതിന് മനസ്സത്ര ഉണർന്നിട്ടുണ്ട്. ഈ കാര്യത്തിന് വേണ്ടി മനസ്സുണരണോ? മനസ്സിനെ കേടുവരുത്തുന്ന വിഷയങ്ങളും രോഗങ്ങളും മാരാരോഗങ്ങളും മനസ്സിനെ മൂടരുത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന ഈ മഹാമനീഷിയെ ചെറിയ രൂപത്തിൽ ഒന്ന് ബാധിച്ചപ്പോ തന്റെ ഉസ്താദുമാരെ ശിക്ഷണമാണത്. ഉസ്താദുമാരാണ് ഈ മനുഷ്യനെ മുന്നോട്ട് വെച്ചിട്ട് ഇയാളെ ദർജ കാണിച്ചു കൊടുത്തത്. നിങ്ങൾ ആ പറഞ്ഞേ ഭിക്ഷാടനം നടത്തുമ്പോ ജോലി എടുത്ത് ജീവിച്ചൂടെന്ന് ചോദിച്ചില്ലേ? ഇദ്ദേഹം ഭിക്ഷാടനം നടത്തിയ സ്വന്തത്തിന്റെ ആവശ്യത്തിനല്ല, നാട്ടിൽ പാവപ്പെട്ട എത്രയോ ആളുകളെ പിരിവെടുത്തിട്ട് പോറ്റുന്ന ഒരു വലിയ മഹാനാണിത്. നിങ്ങൾ എന്തേ കരുതിയത്? എന്ത് മനസ്സിലാക്കിയിട്ടാ മനസ്സുകൊണ്ടാ കരുതിയത്? അങ്ങനെ പെട്ടെന്ന് ഒരാളെ പറ്റി കരുതരുത്. കരുതിയ അങ്ങക്കാണ് കുഴപ്പം. തഹജ്ജുദും ദിക്റും ദുആക്കും മുടങ്ങിയില്ലേ? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കേണപേക്ഷിച്ചു പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഇനി ആവർത്തിക്കൂല. ഇനി മേലാൽ എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചിന്താഗതി വരില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് മനസ്സിന്റെ ആ ഒരു ചിന്ത മാറ്റി പിന്നെ എന്ത് കണ്ടാലും അനുകൂലമായി മാത്രമേ ചിന്തിക്കൂ, പ്രതികൂലമായി ചിന്തിക്കൂല. സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ ഒരു വീക്ഷണം നോക്ക് സഹോദരങ്ങളെ. അനുകൂലമായി ചിന്തിച്ചാൽ നമുക്ക് എന്ത് കേടുവരാനാണ്? പ്രതികൂലമായി ചിന്തിച്ചാലോ ഒരുപാട് കേടുകൾ നമുക്ക് വരും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്ഥിതി ഒന്നാകെ മാറ്റി. അതല്ലേ മഹാന്മാരുടെ ഖൽബ്, അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അവരോട് ടച്ച് പുലർത്തുന്നത് നമ്മുടെ സ്വഭാവം നന്നാകാനാണ്. ഇടകലർന്ന് ജീവിക്കുന്നു നമ്മുടെ സ്വഭാവം നന്നാകാനാണ്.